ലെസൺ 4 മോറലിസ്റ്റിക് അപ്രോച്ച് ഇൻ പ്രാക്ടീസ്. ഈ ചാപ്റ്ററിന് 3 പാർട്ടാണുള്ളത്. ഫസ്റ്റ് ദ സ്കാർലറ്റ് ലെറ്റർ എന്ന നോവലിലെ മോറലിസ്റ്റിക് അപ്രോച്ച്, രണ്ടാമത്തേത് ധാർമ്മിക വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദ പ്രില്യൂഡ് എന്ന കവിത വിശകലനം ചെയ്യുക, മൂന്നാമത്തേത് ഡോക്ടർ ഫോസ്റ്റസ് എന്ന നാടകത്തിലെ മോറലിസ്റ്റിക് അപ്രോച്ച്. ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ നോവലിൻ്റെ ഒരു ഷോർട്ട് സമ്മറി പറയാം. അത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ലാത്തതാണ്. നഥാനിയൽ ഹാത്തോണിൻ്റെ ദ സ്കാർലറ്റ് ലെറ്റർ നന്മ, തിന്മ, കുറ്റബോധം, സത്യം, ക്ഷമ, വ്യക്തിത്വം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നോവലാണ്. നോവലിലെ ഏറ്റവും പ്രബലമായ വിഷയം പാപമാണ്. പ്യൂരിറ്റൻ ന്യൂ ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമത്തിൽ അവിഹിത ബന്ധത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഹെസ്റ്റർ പ്രൈൻ എന്ന യുവതിയാണ് പ്രധാന കഥാപാത്രം. ഹെസ്റ്റർ സ്വയം ഒരു വിധവയാണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും അവളുടെ ഭർത്താവ് റോജർ ചില്ലിംഗ്വർത്ത് തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ന്യൂ ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരുന്നു. വ്യഭിചാര കുറ്റത്തിന് തൻ്റെ ഭാര്യയുടെ ഡ്രസ്സിൽ എ എന്ന സ്കാർലറ്റ് ലെറ്റർ മുദ്ര കുത്തിയത് കണ്ട് റോജർ ചില്ലിംഗ്വർത്ത് എത്ര തന്നെ നിർബന്ധിച്ച് ചോദിച്ചും ഹെസ്റ്റർ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞില്ല. ആർതർ ഡിമിസഡെയിൽ എന്ന യുവ സെയിൻ്റ്ലി മിനിസ്റ്ററാണ് തൻ്റെ ഭാര്യയുടെ കാമുകൻ എന്ന് റോജർ മനസ്സിലാക്കുന്നു. ഹെസ്റ്ററിനെ നിരന്തരം കാമുകൻ്റെ പേര് പറയാൻ നിർബന്ധിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ ആർതറും ഉണ്ടായിരുന്നു. ഇക്കാരണം പറഞ്ഞ് റോജർ ചില്ലിംഗ്വർത്ത് അയാളെ നിരന്തരം ടോർച്ചർ ചെയ്തതോടെ കുറ്റബോധം ആർതറിനെ രോഗിയാക്കി. ഹെസ്റ്ററിന് ഒരിക്കലും കുറ്റബോധം തോന്നിയിരുന്നില്ല. മിനിസ്റ്ററുമായിട്ടുള്ള തൻ്റെ ആഴമേറിയ പ്രണയമായിട്ടാണ് ഹെസ്റ്റർ അതിനെ കണ്ടത്. തുടക്കത്തിൽ അവളെ ഒരുപാട് പേർ വിമർശിച്ചിരുന്നെങ്കിലും അവളുടെ അനുകമ്പ പിന്നീട് എല്ലാവരെയും മൂകമാക്കി. നോവലിൻ്റെ അവസാനം റോജർ ചില്ലിംഗ്വർത്തിൻ്റെ പ്രതികാരത്തിനുള്ള പരിശ്രമം അയാളെ ധാർമ്മികമായി അധപ്പതിക്കുന്നു. ആദ്യ തെരുവിൽ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഹെസ്റ്ററിൻ്റെ മടിയിൽ കിടന്ന് മരിക്കുന്നു. ഹെസ്റ്റർ ഭാവിയെ നേരിടാൻ തയ്യാറായി തൻ്റെ മകളെയും കൂട്ടി യൂറോപ്പിലേക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ യാത്രയായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഹെസ്റ്റർ ഇംഗ്ലണ്ടിലേക്ക് തിരികെ വന്നപ്പോഴും അവളുടെ വസ്ത്രത്തിൽ എ എന്ന സ്കാർലറ്റ് ലെറ്റർ ഉണ്ടായിരുന്നു. മരണാനന്തരം ഹെസ്റ്ററിനെ ആർതറിൻ്റെ അരികിൽ തന്നെ അടക്കി. അവരുടെ ശവകുടീരത്തിൽ ഇങ്ങനെ എഴുതിവെച്ചു: ഓൺ എ ഫീൽഡ് സേബിൾ ദ ലെറ്റർ എ ഗ്യോസ്. ദ സ്കാർലറ്റ് ലെറ്റർ ഒരു പുതിയ കമ്പാഷൻ നോവലാണ്. ഈ വിപ്ലവകരമായ നോവലിലൂടെ ഹാത്തോൺ കർശനമായ പ്യൂരിറ്റൻ ഹ്യൂമൻ ലൈഫിന് അകത്തെ ചിന്തകളെയാണ് കാണിക്കുന്നത്. നോവലിലെ പ്രധാന കഥാപാത്രമായ ഹെസ്റ്ററിൻ്റെ അഗാധമായ അനുഭവങ്ങളിലൂടെ പ്യൂരിറ്റനിസത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം എത്രമാത്രം കഠിനവും കർശനവുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എങ്ങനെ തെറ്റുകാരായി എന്നത് പ്യൂരിറ്റൻസ് ഒരിക്കലും അന്വേഷിക്കാറില്ല. പാപം ശിക്ഷിക്കപ്പെടാതെ പോയാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നതിനാൽ തെറ്റ് ചെയ്തയാൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകിയിരുന്നു. ഗവർണർ ബെല്ലിംഗ്ഹാമും ബോസ്റ്റണിലെ മറ്റ് മജിസ്ട്രേറ്റുമാരും ഇത്തരം മനുഷ്യത്വരഹിത പ്രവണതയുള്ളവരായിരുന്നു. ഹെസ്റ്ററിന് വീഴ്ച സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാൻ അവർ തയ്യാറായില്ല. പകരം അവളെ ജയിലിൽ അടക്കുകയും അവളുടെ വസ്ത്രത്തിൽ എ എന്ന സ്കാർലറ്റ് ലെറ്റർ മുദ്രകുത്തുകയും ചെയ്തു. ഹെസ്റ്ററിന് ശിക്ഷ നടപ്പാക്കാൻ മുമ്പിലുണ്ടായിരുന്ന പലരും അവളെ കഴുകൻ കണ്ണിലൂടെയാണ് നോക്കിയിരുന്നത്. ഹെസ്റ്റർ സമൂഹത്തിന് മുന്നിൽ പരസ്യമായി വേശ്യയായി മുദ്രകുത്തിയതോടെ ചെറിയ കുട്ടികൾ വരെ പരിഹാസത്തോടെ നോക്കിക്കണ്ടു. സമൂഹത്തിൽ ഉയർന്ന പദവി വഹിക്കുന്ന പലരും അവളെ വീണ്ടും തിന്മയുടെ പാതയിലേക്ക് ക്ഷണിച്ചു. ക്രൂരനായ സാത്താൻ്റെ വലയിലായിരിക്കുന്നു മനുഷ്യരാശി മുഴുവൻ എന്നവൾ വിലപിക്കുന്നു. ഗവർണർ ബെല്ലിംഗ്ഹാം ഒരു തികഞ്ഞ പ്യൂരിറ്റൻ വിശ്വാസിയായിരുന്നു. പ്യൂരിറ്റനിസത്തിൻ്റെ മുഖമുദ്ര ലാളിത്യവും ലളിതവുമായ ജീവിതമാണെങ്കിലും ഗവർണർ ബെല്ലിംഗ്ഹാം നയിച്ചിരുന്നത് തികഞ്ഞ ആർഭാട ജീവിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ബംഗ്ലാവും സന്നാഹങ്ങളും തികച്ചും രാജകീയ ജീവിതം തന്നെയായിരുന്നു. പുതിയ ഗവർണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആഡംബര ഘോഷയാത്ര രാഷ്ട്രീയക്കാർക്ക് എത്രമാത്രം ഭ്രമമാണെന്ന് കാണിക്കുന്നു. തിളക്കമാർന്ന ആഘോഷങ്ങളും മത്സരങ്ങളും നടത്തി വിവരമില്ലാത്ത പാവം ജനങ്ങളെ അവർ അവരുടെ കീഴിൽ വെക്കുന്നു. ഇത് പ്യൂരിറ്റനിസമോ സന്യാസമോ അല്ല. നാച്ചുറൽ സെക്ഷൽ ഇമ്പൾസിനെ അടിച്ചമർത്തുന്നത് കാപട്യത്തിനും ഒളിമറഞ്ഞുള്ള ആനന്ദങ്ങൾക്കും കാരണമാകുന്നു എന്ന് ഹാത്തോൺ വ്യക്തമാക്കുന്നു. ബോസ്റ്റണിനോട് ചേർന്നുള്ള സംഗീതത്തിൽ മിനിസ്റ്റേഴ്സും മജിസ്ട്രേറ്റ്സും കൃത്യമായ ഇടവേളകളിൽ സുഖചികിത്സയ്ക്ക് പോവാറുണ്ടായിരുന്നു. ഡിമിസഡെയിൽ തുടർച്ചയായ രാത്രികളിൽ ഉറങ്ങാതിരുന്നു, ഉപവസിച്ചു, തൻ്റെ നെഞ്ചിൽ ചൂടുള്ള ഇരുമ്പ് ഉപയോഗിച്ച് ചുട്ടുകളഞ്ഞു. അവസാനം സ്വയം ശുദ്ധീകരിക്കാനുള്ള ശ്രമത്തിൽ അയാൾ ഹെസ്റ്ററിനെ അശുദ്ധമാക്കി. ഡിമിസഡെയിലിൻ്റെ എല്ലാ ശ്രമവും പാളിയത് ഹെസ്റ്ററിനെ കണ്ടപ്പോഴാണ്. പരസ്പരം പ്രണയത്തിലായ അവർ പ്യൂരിറ്റൻ ബാധിച്ച ബോസ്റ്റൺ വിട്ട് ഓടിപ്പോവാനും ഇംഗ്ലണ്ടിൽ സന്തോഷമായി ജീവിക്കാനും തീരുമാനിച്ചു.
പ്യൂരിറ്റനിസം ആരാധനയോടുള്ള ഹാത്തോണിൻ്റെ കഠിനമായ വിമർശനം അത് ജീവിതത്തെ നശിപ്പിക്കുന്നു എന്നതായിരുന്നു. ഇൻ്റലക്ച്വലി അഡ്വാൻസ്ഡ് ആയുള്ള ഡിമിസഡേൽ ജീവിതത്തിനു ശേഷം വീണ്ടും ഹെസ്റ്ററുമായി ഒന്നിക്കും എന്ന ക്രിസ്ത്യൻ പ്രത്യാശയില്ലാതെയാണ് സ്കാറ്റ്ഫോർഡിൽ മരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും ദൂരെ തൻ്റെ പേരമക്കൾക്ക് വേണ്ടി കുഞ്ഞുടുപ്പ് തുന്നുന്നിടത്ത് ഹെസ്റ്ററിൻ്റെ കഥ അവസാനിക്കുന്നു. ബോസ്റ്റണിലെ ആളുകൾ അവളുടെ കഥകൾ മറന്നിരുന്നെങ്കിലും അപ്പോഴും അവളുടെ വസ്ത്രത്തിൽ എ എന്ന സ്കാർലറ്റ് ലെറ്റർ ഉണ്ടായിരുന്നു. പാർട്ട് 2 പോയം ദി പ്രിലൂഡ് ഇൻ ദ ലൈറ്റ് ഓഫ് മോറൽ ക്രിറ്റിസിസം. ഇംഗ്ലീഷ് പോയറ്റായിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ് ദി പ്രിലൂഡ്. പ്രിലൂഡ് തീർച്ചയായും ഒരു എക്സ്ട്രീംലി പേഴ്സണൽ വർക്കാണ്. വേർഡ്സ്വർത്തിൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇത് റിവീൽ ചെയ്യുന്നുണ്ട്. 1798 തൻ്റെ 28ാമത്തെ വയസ്സിലാണ് വേർഡ്സ്വർത്ത് ദ പ്രിലൂഡ് എന്ന പോയം എഴുതി തുടങ്ങിയത്. അദ്ദേഹം ഒരിക്കലും ഈ കവിതയ്ക്ക് പേര് നൽകിയിരുന്നില്ല. സഹോദരി ഡൊറോത്തി വേർഡ്സ്വർത്തിന് എഴുതിയ കത്തിൽ പോയം ടു കോൾറിഡ്ജ് എന്നാണ് വിശേഷിപ്പിച്ചത്. ദ പ്രിലൂഡിൻ്റെ 3 വേർഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അവസാനത്തെ വേർഷൻ പുറത്തിറക്കിയത് 1850 വേർഡ്സ്വർത്തിൻ്റെ മരണത്തിന് 3 മാസം ശേഷമാണ്. ദ പ്രിലൂഡ് എന്ന ഇപ്പോഴത്തെ ടൈറ്റിൽ നൽകിയത് അദ്ദേഹത്തിൻ്റെ വിധവയായ മാരിയാണ്. അവസാനത്തെ വേർഷൻ പുറത്തിറക്കിയത് 14 പുസ്തകങ്ങളിലായിട്ടാണ്. വേർഡ്സ്വർത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് എന്നതിനപ്പുറം ഒരു കവിയുടെ മനസ്സിൻ്റെ വളർച്ചയുടെ വിവരണം കൂടെയാണ് ദ പ്രിലൂഡ്. അതിൽ തൻ്റെ കുട്ടിക്കാലം മുതൽ 1798 വരെയുള്ള ആന്തരിക ജീവിതത്തിൻ്റെ കഥ അദ്ദേഹം പറയുന്നു. വേർഡ്സ്വർത്തിന് പ്രകൃതിയോടുള്ള മനോഭാവം വ്യത്യസ്തമായിരുന്നു. പ്രകൃതിയിൽ സൗന്ദര്യത്തിനപ്പുറം മനുഷ്യൻ്റെ തെറ്റുകൾക്ക് തക്കതായ ശിക്ഷ നൽകാനും അവനെ നേർവഴിയിൽ കൊണ്ടുവരാനുള്ള ശക്തിയും ഉണ്ടെന്ന് കണ്ടെത്തിയ ഒരേയൊരു ഇംഗ്ലീഷ് പോയറ്റാണ് വേർഡ്സ്വർത്ത്. ദി പ്രിലൂഡ് എന്ന കവിതയിൽ പ്രകൃതിയുടെ പരിഷ്കരണ ശക്തിയുടെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ജീവിതത്തെ നശിപ്പിച്ചതിന് പ്രകൃതി ഒരു മനുഷ്യനെ കഠിനമായി ശിക്ഷിക്കുന്നതായി ദ പ്രിലൂഡിൽ കാണിക്കുന്നു. സർ വാൾട്ടർ എന്ന ഫ്യൂഡൽ ലോർഡിന് നിരുപദ്രവകാരികളായ മൃഗങ്ങളെ വേട്ടയാടുക എന്നല്ലാതെ മറ്റൊന്നിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. സർ വാൾട്ടർ ഒരു മാനിനെ വേട്ടയാടി കൊല്ലുന്നു. പ്രകൃതി അതിൻ്റെ രീതിയിൽ അയാളെ ശിക്ഷിക്കുന്നു. കൊലയാളി ഒരിക്കലും ദീർഘായുസ് ആസ്വദിക്കുന്നില്ല. മാനിനെ കൊന്ന് വൈകാതെ സർ വാൾട്ടർ മരിക്കുന്നതിനെ വേർഡ്സ്വർത്ത് പ്രകൃതിയുടെ ശിക്ഷയായി കണക്കാക്കുന്നു. സർ വാൾട്ടറിനെ പൂർവികരെ അടക്കം ചെയ്ത് താഴ്വരയിൽ അടക്കുന്നു. വാൾട്ടറിൻ്റെ മനോഹരമായ കൊട്ടാരം നശിക്കുന്നതിലൂടെ പ്രകൃതി അയാളെ വീണ്ടും ശിക്ഷിക്കുന്നു. അയാൾ നട്ടുനനച്ച മരങ്ങളെല്ലാം മങ്ങിയിരിക്കുന്നു. വാൾട്ടറിൻ്റെ കർമ്മഫലമായി വസന്തം ആ കൊട്ടാരം സന്ദർശിക്കാൻ മറന്നിരിക്കുന്നു എന്ന് പ്രകൃതിയിൽ വിശ്വസിക്കുന്ന ഒരു ആട്ടിടയൻ പറഞ്ഞു. മറ്റു കവികളെപ്പോലെ വേർഡ്സ്വർത്തും പ്രകൃതിയെ ചില താരതമ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. വാൾട്ടറിൻ്റെ കുതിര ക്ഷീണിതനായപ്പോൾ അതിൻ്റെ വേഗതയെ വേനലിൽ മേഘങ്ങൾ നീങ്ങുന്ന പോലെ എന്ന് ഉപമിക്കുന്നു. ക്ഷീണിതനായ കുതിരയുടെ നടത്തത്തിനെ ജനിച്ചു വീണ ആട്ടിൻകുട്ടിയോടും പക്ഷികളുടെ പാട്ടിനെ കരോളിനോടും ഉപമിക്കുന്നു. തേർഡ് പാർട്ട് മോറലിസ്റ്റിക് അപ്രോച്ച് ഇൻ ദി പ്ലേ ഡോക്ടർ ഫോസ്റ്റസ്. വെൽ റെസ്പെക്റ്റഡ് ആയുള്ള ജർമ്മൻ സ്കോളർ ഡോക്ടർ ഫോസ്റ്റസ് ധാരാളം കാര്യങ്ങൾ ജ്ഞാനിയായിരുന്നു. എന്നാൽ അതിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല. കൂടുതൽ കാര്യങ്ങളിൽ ഉത്തരം കണ്ടെത്താൻ ഫോസ്റ്റസ് തൻ്റെ സുഹൃത്തുക്കളായ വാൽഡസ്, കോർണലിയസ് എന്നിവരുടെ സഹായത്തോടെ ബ്ലാക്ക് മാജിക് പഠിച്ചു. ബ്ലാക്ക് മാജിക്കിൻ്റെ സഹായത്തോടെ മെഫസ്റ്റോഫിലിസ് എന്ന ഡെവിളിനെ വിളിച്ചു വരുത്തി. എന്നാൽ മെഫസ്റ്റോഫിലിസ് ലൂസിഫറിൻ്റെ സേവകനായതിനാൽ ഫോസ്റ്റസിൻ്റെ കൂടെ വരാൻ വിസമ്മതിച്ചു. അന്ന് തൊട്ട് 24 വർഷത്തേക്ക് മെഫസ്റ്റോഫിലിസിനെ ഫോസ്റ്റസിന് വിട്ടു നൽകുകയാണെങ്കിൽ ബാക്കിയുള്ള കാലം ഫോസ്റ്റസ് ലൂസിഫറിന് തൻ്റെ ആത്മാവ് വാഗ്ദാനം ചെയ്യുകയും ലൂസിഫർ അത് സ്വീകരിക്കുകയും ചെയ്തു. ഫോസ്റ്റസിനെ ചെകുത്താൻ്റെ പാതയിൽ പിന്തുടരുന്നതിൽ നിന്ന് ദൈവം പല അടയാളങ്ങളും കാണിച്ച് പിന്തിരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തൻ്റെ മാസ്റ്റർ ആയ ഫോസ്റ്റസിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ മെഫസ്റ്റോഫിലിസ് ബാധ്യസ്ഥനായിരുന്നു. എന്നാൽ ആരാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന ചോദ്യത്തിന് മെഫസ്റ്റോഫിലിസിന് ഉത്തരമില്ലായിരുന്നു. ദൈവമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ഗോഡിൻ്റെ സുപ്രീമസി ഡെവിൾ അംഗീകരിക്കുന്നു എന്നത് പ്രശ്നം തന്നെയായിരുന്നു. തുടർന്നുള്ള ഫോസ്റ്റസിൻ്റെയും മെഫസ്റ്റോഫിലിസിൻ്റെയും യാത്രയിൽ ഫോസ്റ്റസിന് തൻ്റെ തെറ്റായ പാതയെ മനസ്സിലാവുകയും തൻ്റെ ആത്മാവ് വിട്ടുതരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതൊന്നും ചെവികൊള്ളാതെ മെഫസ്റ്റോഫിലിസ് ഫോസ്റ്റസിനെയും കൂട്ടി ലൂസിഫറിൻ്റെ ലോകത്തേക്ക് യാത്രയായി. T.S. ഏലിയറ്റിൻ്റെ അഭിപ്രായത്തിൽ എഴുത്തുകാർ പലപ്പോഴും വായനക്കാരൻ്റെ ധാർമ്മിക ബോധം ഉണർത്താൻ ശ്രമിക്കണം. ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് അത്തരത്തിൽ ഒരു നാടകമാണ്. ദൈവത്തിൽ വിശ്വസിക്കാത്തതിന് ഫോസ്റ്റസ് ശിക്ഷിക്കപ്പെടുന്നത് ഈ നാടകത്തിൽ കാണാം. തൻ്റെ അവസാന ദിനങ്ങളിൽ ഫോസ്റ്റസ് തെറ്റുകളെ തിരിച്ചറിയുകയും സ്വയം രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു.
ഒരു വൃദ്ധൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഫോസ്റ്റസിൻ്റെ മനസാക്ഷി ദൈവത്തോട് മാപ്പപേക്ഷിച്ച് മടങ്ങാൻ ഉപദേശിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കരുണ അയാളുടെ കുറ്റബോധം കഴുകിക്കളയുമെന്ന് പറയുന്നു. എന്നാൽ ദൈവത്തിൽ ഒട്ടും വിശ്വാസമില്ലാതിരുന്ന അയാളുടെ ഭൂതകാലത്ത് ധാരാളം തിന്മകൾ ചെയ്തിരുന്നു. ഫോസ്റ്റസ് സ്വയം നശിപ്പിച്ചതിൽ വൃദ്ധൻ മടങ്ങുന്നു. നാടകത്തിൻ്റെ അവസാന ഭാഗം ഫോസ്റ്റസിൻ്റെ ജീവിതത്തിലെ അവസാന മണിക്കൂറുകളാണ്. ഫോസ്റ്റസ് ഡെവിളിനോട് തന്നെ വെറുതെ വിടാൻ അത്രമേൽ അപേക്ഷിക്കുന്നെങ്കിലും ലൂസിഫറും മെഫസ്റ്റോഫിലിസും അയാളെ ചെകുത്താൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ മുഴുകുന്ന ഫോസ്റ്റസിനെ പോലുള്ളവർ നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന ധാർമ്മികതയാണ് ഡോക്ടർ ഫോസ്റ്റസ് നൽകുന്നത്.